ഹലോ ഫ്രണ്ട്സ്, പ്ലസ് വൺ ഫിസിക്സ് ചാപ്റ്റർ 5 വർക്ക് എനർജി പവറിൻ്റെ ഡിസ്കഷൻ തുടരുകയാണ്. 3 ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വർക്ക് എനർജി തിയറം, അതിൻ്റെ പ്രൂഫ്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്, ശ്രദ്ധയോടെ മനസ്സിലാക്കണം. പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാവുന്ന കാര്യമാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് ഗ്രൗണ്ട്. അതൊരു വസ്തുവിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എച്ച് ഉയരത്തിലിരിക്കുമ്പോഴുള്ളത് അതേ വസ്തു ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജിക്ക് തുല്യമാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രൂഫുമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. സമയം കളയുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് മുൻപ് പറഞ്ഞതുപോലെ വർക്ക് എനർജി തിയറം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പലപ്പോഴും ചോദ്യങ്ങൾ കണ്ടിട്ടുള്ള ഒന്നാണ്. നമുക്ക് വർക്ക് എനർജി തിയറം എന്താണ് നോക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നോക്കാം. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, the change in kinetic energy of a particle is equal to the work done on it by the net force. ഒരു വസ്തുവിന് മേൽ വർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ വസ്തുവിനുണ്ടായ കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മാത്തമാറ്റിക്കലി നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അഥവാ ഡെൽറ്റ കെ ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ അഥവാ ഡബ്ല്യു. ഒരു വസ്തുവിൽ ചെയ്യപ്പെട്ട ടോട്ടൽ വർക്ക്, നെറ്റ് ഫോഴ്സിനാൽ ചെയ്യപ്പെട്ട ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ആ വസ്തുവിനുണ്ടായ കൈനറ്റിക് എനർജി ചേഞ്ചിന് തുല്യമാണ്. അതല്ലെങ്കിൽ ഇത് അല്പം കൂടെ ഒന്ന് പരിഷ്കരിച്ച് എഴുതി കഴിഞ്ഞാൽ വർക്ക് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്നും എഴുതാം. കാരണം ഇത് തന്നെയാണ് ഡെൽറ്റ കെ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ കൂടെ വായിക്കാം. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ ഓൺ ഇറ്റ് ബൈ ദ നെറ്റ് ഫോഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മളത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മളൊരു വസ്തുവിൻ്റെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ പരിഗണിക്കുകയാണ്. അപ്പോൾ എഴുതാം. Consider a body under uniformly accelerated motion. ഒരു വസ്തുവിൻ്റെ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള മോഷൻ പരിഗണിക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുകയാണ്. ദറ്റ് ഈസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, അതിനെ ഒന്ന് പരിഷ്കരിച്ചാൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as എന്ന് നമുക്ക് എഴുതാം. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നൊരു കാര്യം, മൾട്ടിപ്ലൈ ബോത്ത് സൈഡ് വിത്ത് ഹാഫ് ടൈംസ് എം. ഹാഫ് ടൈംസ് എം എന്നുള്ള ഈ ടേം കൊണ്ട് തൊട്ട് മുകളിൽ എഴുതിയ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള എല്ലാ ടേമുകളെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെയാണ് മാറുന്നതെന്ന് ശ്രദ്ധിക്കാം. സോ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഹാഫ് എം എ എസ് എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന 2 അവിടെ തന്നെയുണ്ട്. അഡീഷണലായിട്ട് നമ്മൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മാസ് ഉണ്ട്. പിന്നെയുള്ളത് എ എസ് ആയിരുന്നു, എ എസ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു 2ഉം ക്യാൻസൽ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ വി ഫൈനൽ വെലോസിറ്റിയും യു ഇനീഷ്യൽ വെലോസിറ്റിയും ആയതുകൊണ്ട് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജിയും ഹാഫ് എം യു സ്ക്വയർ എന്ന് പറയുന്നത് ഇനിഷ്യൽ കൈനറ്റിക് എനർജിയുമായി മാറും. പിന്നെയുള്ളത് എം എ എസ് എന്നാണ്. അതിൽ എം ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് എഫ് ഈക്വൽ ടു എം എ എന്ന് നമുക്കറിയാം. അപ്പോൾ എം എക്ക് പകരം ഫോഴ്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇറ്റ് ഹാസ് ദ ഫോം കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. അവിടെ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ടും ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വർക്കായതുകൊണ്ടും നമ്മുടെ ഇക്വേഷനെ ഫൈനലായി പരിഷ്കരിച്ച് നമുക്കിങ്ങനെ എഴുതാം. ഡെൽറ്റ കെ ഇ
ഈസ് ഈക്വൽ ടു ഡബ്ല്യു, അഥവാ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അതുതന്നെയാണ് വർക്ക് എനർജി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യവും. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ്, വർക്ക് എനർജി തിയറത്തിൻ്റെ പ്രൂഫാണ് നമ്മളിപ്പോൾ ചെയ്തത്. പരീക്ഷയ്ക്ക് അതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ പ്രൂഫ് മനസ്സിലാക്കി വയ്ക്കുക. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം അല്ലെങ്കിൽ ഓൺ ദി പാർട്ടിക്കിൾ. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂവ് ഓൺ ടു ദി സെക്കൻഡ് ടോപ്പിക്. രണ്ടാമത്തെ ടോപ്പിക് ഇതാണ്, പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് വളരെ പരിചിതമായ ഒരു കാര്യമാണല്ലേ, പൊട്ടൻഷ്യൽ എനർജി. എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിച്ചാൽ, ദി എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒന്നിൻ്റെ പൊസിഷനാലോ, അതായത് സ്ഥാനം, കോൺഫിഗറേഷനിലാലോ ആ വസ്തുവിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയെ പറയുന്ന പേരാണെന്ത്, പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ രണ്ട് രീതിയിൽ ഇത് ഉണ്ടാകുമെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒന്നെങ്കിൽ പൊസിഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ കൊണ്ടാകാം. രണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ താഴെ പറയാം. എ ബോഡി അറ്റ് എ ഹൈറ്റ് എച്ച് എബോവ് ദി സർഫസ് ഓഫ് എർത്ത് പൊസസ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും എച്ച് ഹൈറ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മേൽ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതിന് കാരണം എച്ച് ഹൈറ്റിലിരിക്കുന്ന ആ വസ്തുവിൻ്റെ പൊസിഷനാണ്. അങ്ങനെ ഉണ്ടായ ആ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ പറയുക, അതായത് ഇവിടെ പരാമർശിച്ച ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ പേരാണ് പറയുന്നത്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഈ ഒരു അവസ്ഥയിൽ എച്ച് ഹൈറ്റിലിരിക്കുന്നത് കൊണ്ട് മാത്രം ആ വസ്തുവിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയെ പറയുന്ന പേരാണെന്ത്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊസിഷൻ കൊണ്ട് എങ്ങനെയാണ് കൈനറ്റിക് എനർജി ഉണ്ടായത് എന്ന് മനസ്സിലായി. ഇനി കോൺഫിഗറേഷൻ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, എ സ്ട്രെച്ച്ഡ് ഓർ കംപ്രസ്ഡ് സ്പ്രിങ് പൊസസസ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. ഒരു സ്പ്രിങ് കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ഒരു സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യുകയോ അഥവാ വലിച്ചു നീട്ടുകയോ കംപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളതിനെ ഞെരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ആ സ്പ്രിങ്ങിലുണ്ടായ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പിൽ ഉണ്ടായ മാറ്റം, ആ സ്ട്രെയിൻ കാരണം അതിനുള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയും പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. അതാണ് ഈ കോൺഫിഗറേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്നും രണ്ട് തരത്തിൽ അതിന് പോസിബിലിറ്റി ഉണ്ട് എന്നും മനസ്സിലാക്കി. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ ആണ് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി അറ്റ് എ ഹൈറ്റ് എച്ച്. ആദ്യം പറഞ്ഞ ജനറൽ ആയിട്ടുള്ള കേസ്, ഭൗമ ഉപരിതലത്തിൽ നിന്നും എച്ച് ഹൈറ്റിലിരിക്കുന്ന ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ മാത്രം ഓർത്താൽ മതിയാകും. അപ്പോൾ വി ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ വളരെ സിമ്പിളാണ്, നമുക്ക് വളരെ സുപരിചിതമായ ഇക്വേഷൻ, എം ജി എച്ച്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ് എം ജി എച്ച്. അതിൽ എം ആ വസ്തുവിൻ്റെ മാസാണ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, എച്ച് ഉപരിതലത്തിൽ നിന്നും ഇപ്പോൾ വസ്തു ഇരിക്കുന്ന ഹൈറ്റാണ്. അത് ക്ലിയറായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എ ഹൈറ്റ് എച്ച് is equal to the kinetic energy of the object on reaching the ground when released freely. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം ഇതാണ്, ഭൗമോപരിതലത്തിൽ നിന്നും എച്ച് ഹൈറ്റിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ തൽക്കാലം അതിനെ ഇങ്ങനെ കെ ഇ എന്ന് എഴുതാം. എത്ര ഹൈറ്റിലാണ് ഇരുന്നത്, എച്ച് ഹൈറ്റിലായിട്ടിരുന്നത്. അത് ഇതേ വസ്തുവിനെ എച്ച് ഹൈറ്റിൽ നിന്നും നമ്മൾ ഫ്രീ ആയി താഴേക്ക് വിടുകയാണെങ്കിൽ, താഴേക്ക് എറിയുകയല്ല, ഫ്രീ ആയിട്ട് വിടുകയാണ്, ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫ്രീലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രോപ്പ് ചെയ്യുന്നു എന്നാണ്. ഡ്രോപ്പ് ചെയ്ത ഒരു വസ്തു നടത്തുന്നത് ഏതുതരം മോഷനാണെന്ന് നമുക്കറിയാം അല്ലേ, ഫ്രീ ഫോളാണ്. അപ്പോൾ എച്ച് ഹൈറ്റിലിരുന്ന ആ വസ്തു ഇനി ഫ്രീ ഫോളിന് അതിനെ അനുവദിക്കുകയാണെങ്കിൽ അത് ഗ്രൗണ്ടിൽ വീഴുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ഇൻസ്റ്റൻ്റ് ഓഫ് ടൈമിൽ ആ ഒബ്ജക്റ്റിനുണ്ടാകുന്ന കൈനറ്റിക് എനർജിക്ക് തുല്യമായിരിക്കും
അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോറി, ഞാനിവിടെ എഴുതിയപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. അതായത് വസ്തു ഭൗമോപരിതലത്തിൽ നിന്നും h ഹൈറ്റിലിരിക്കുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതേ വസ്തു നമ്മൾ h ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് ഫ്രീ ഫോളിൽ വന്ന് ഭൂമിയിൽ വന്ന് പതിക്കുന്ന സമയത്തുള്ള അതിൻ്റെ കൈനറ്റിക് എനർജിയോട് ഈക്വലാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം h ഹൈറ്റിൽ വരുന്നപ്പോൾ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയും താഴെ വീഴുന്ന സമയത്ത് ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജിയും ഈക്വലാണ് എന്ന് പ്രൂവ് ചെയ്ത് ഇനി പ്രൂവ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക, നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളൂ. എങ്കിലും അങ്ങനെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ ഒരു എനർജി കൺവേർഷൻ നടന്നു എന്നാണ് അല്ലേ. മുകളിലിരുന്നപ്പോൾ h ഹൈറ്റിലിരുന്നപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു, താഴെ വീഴുന്ന സമയത്ത് അതെന്തായിട്ട് കൺവേർട്ട് ചെയ്തു? കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം അവിടെ മുകളിലിരുന്നപ്പോഴുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി അളവിൽ യാതൊരു മാറ്റവും കൂടാതെ മറ്റൊരു ഫോമിലായിട്ട് താഴെ എത്തുമ്പോൾ ഉണ്ടായിരിക്കണം. എനർജി നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. ശരി, അപ്പോൾ നമ്മൾ ഈ പ്രൂഫിലേക്ക് കടക്കുകയാണ്. ഇവിടെയും നമ്മൾ ആദ്യം പരിഗണിക്കുന്നത് കൺസിഡർ എ ബോഡി അറ്റ് എ ഹൈറ്റ് h. ആ സമയത്തെ പൊട്ടൻഷ്യൽ എനർജി എഴുതുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് mgh. അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഈ ഒബ്ജക്റ്റിനെ നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ, അപ്പോൾ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ വസ്തു അക്വയർ ചെയ്യുന്ന കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതാം. സോ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ½ mv². എന്നാൽ ഇവിടെ ഓർക്കേണ്ട കാര്യം, മുൻപ് പറഞ്ഞതുപോലെ ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഫ്രീ ഫോളിലാണ്. ഫ്രീ ഫോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഫ്രീ ഫോൾ ഒരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണ് അല്ലേ. താഴേക്ക് വരുന്നതനുസരിച്ച് g എന്ന 9.8 m/s² എന്നുള്ള കോൺസ്റ്റൻറ്റ് ആക്സലറേഷനിൽ ഇതിങ്ങനെ താഴേക്ക് വരികയാണ്. സോ ഫ്രീ ഫോൾ ഈസ് എ കൈൻഡ് ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ആ ഒറ്റ കണ്ടീഷൻ്റെ ബലത്തിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് നോക്കിയാൽ നമുക്കറിയാം v² - u² ഈസ് ഈക്വൽ ടു 2as. ഓക്കെ, ഇമാജിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാർ ഇവിടെ ഒരു പടം വരയ്ക്കാം. ഇതാണ് ഒബ്ജക്റ്റ് കേട്ടോ, തേങ്ങ പോലെ വിചാരിച്ചാൽ മതി. ഇതാണ് ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ വസ്തു ഇരുന്ന ഹൈറ്റ് h ആണെന്ന് നമുക്കറിയാം. എന്നിട്ട് ഈ വസ്തുവിന് എന്ത് പറ്റുകയാണ്? മൂപ്പര് താഴേക്ക് വീഴുകയാണ്. വെറുതെ വീഴുകയല്ല, ഫ്രീ ഫോൾ ആണ്. ഒടുക്കം മൂപ്പര് എവിടെ വരും? ഇവിടെ താഴെ ഗ്രൗണ്ടിൽ വന്ന് പതിക്കും. ആ സമയത്തുള്ള കൈനറ്റിക് എനർജി കണ്ടെത്തേണ്ടി വരും. ഹൈറ്റിലിരുന്നപ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി നമുക്ക് അറിയുകയും ചെയ്യാം. ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പടം കൂടെ വരച്ചത് ഒന്ന് ഊഹിക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ. ഇത് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വരുന്ന വരവ് ഫ്രീ ഫോൾ എന്ന് പറയുന്നത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണ്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാനവിടെ എഴുതുകയാണ്, ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ഈസ് ഡ്രോപ്ഡ്. ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ എടുത്തു പറയാനുള്ള കാരണമുണ്ട്. അതായത് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഇങ്ങനെ എഴുതുമ്പോൾ ഡ്രോപ്പ് ചെയ്ത ഒരു വസ്തുവിനെ സംബന്ധിച്ച് u = 0 ആണ്. കാരണം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. നമ്മുടെ കയ്യിലിരുന്ന സാധനമാണ്, വെറുതെ താഴേക്ക് ഇടുകയാണ് ചെയ്തത്, എറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ആക്സിലറേഷൻ അറിയാം, അത് g ആണ്. എസ് അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്, അത് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇരുന്ന സാധനമാണ്, ഇപ്പോൾ ഇവിടെ വീണു. അപ്പോൾ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് h ആണ്. സോ യുവർ S = h. ഈ കിട്ടിയ വാല്യൂകളെല്ലാം നമ്മൾ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇങ്ങനെ മാറുന്നു. v² = 2gh. u0 ആയി പോയിരിക്കുന്നു. ഈ v² നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഓൺ റീച്ചിങ് ദ ഗ്രൗണ്ട് എന്ന് ഞാൻ ഇനി പറയും. കാരണം ഇവിടെ h കൊടുത്തു കഴിഞ്ഞു, h ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞു. അപ്പം മൂപ്പര് ഇവിടെയായിരുന്നു, ഇപ്പോൾ ഇവിടെ എത്തി. അതുകൊണ്ടാണ് ഈ ഇക്വേഷനിൽ നമുക്ക് h ഉപയോഗിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി = ½ m ×
ദെൻ 2gh അതായിരുന്നു വി സ്ക്വയറിൻ്റെ വാല്യൂ. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ഈ ടൂവും ക്യാൻസലായി. ദെൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mgh എന്ന് കിട്ടി. ഈ വസ്തു താഴെ ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ ഉണ്ടായ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഉണ്ട്. ഇതേ വസ്തു h ഹൈറ്റിലിരുന്നപ്പോഴുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ റൈറ്റ് ഹാൻഡ് സൈഡും ഇതുതന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി h ഹൈറ്റിലിരുന്ന സമയത്തുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയും അതിനെ ഡ്രോപ്പ് ചെയ്ത് h ദൂരം സഞ്ചരിച്ച് എർത്തിൻ്റെ സർഫസിൽ വീണ സമയത്തെ കൈനറ്റിക് എനർജിയും ന്യൂമറിക്കലി ഈക്വലാണ്. അതൊരു പെർഫെക്റ്റ് എനർജി കൺവേർഷൻ നടന്നിരിക്കുന്നു. പൊട്ടൻഷ്യൽ എനർജി പൂർണ്ണമായും എന്തായി മാറ്റപ്പെട്ടു? കൈനറ്റിക് എനർജിയായി മാറ്റപ്പെട്ടു. അങ്ങനെ ശരിക്കും സംഭവിക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇതൊരു ഐഡിയൽ കേസ് പറഞ്ഞതേ ഉള്ളൂ. സപ്പോസ് ഈ താഴേക്ക് വരുന്ന ആളൊരു തേങ്ങയാണെങ്കിൽ താഴേക്ക് വരുന്നതിനിടയ്ക്ക് കാറ്റടിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരത്തിൻ്റെ ചില്ലയിൽ തട്ടാം. അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ റിയൽ വേൾഡിലുണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഐഡിയൽ കണ്ടീഷനായിരുന്നു. മുകളിൽ നിന്നും പുറപ്പെട്ടാൽ യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ മൂപ്പര് താഴെ എത്തണം, ഈവൻ വിത്തൗട്ട് എയർ റെസിസ്റ്റൻസ്. വായുവിൻ്റെ റെസിസ്റ്റൻസ് പോലും ഇവിടെ പരിഗണിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും പൊട്ടൻഷ്യൽ എനർജി എന്തായി മാറിയിട്ടുണ്ടാവും? കൈനറ്റിക് എനർജിയായി മാറിയിട്ടുണ്ടാകും എന്നാണ് നമുക്ക് ഈ റിസൾട്ടിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ ഇത്ര മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. കൂടുതൽ ടോപ്പിക്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.